നമ്മൾ തുടങ്ങുന്നു റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ. നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 3 പാർട്ട് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ 4ാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യത്തെ 3 പാർട്ടുകളിൽ എപ്പോഴും നമ്മൾ ബേസിക് കാര്യങ്ങളും കൺസെപ്റ്റുകളുമാണ് മനസ്സിലാക്കുന്നത്. അതിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഇനിയുള്ള പാർട്ടുകൾ പഠിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് ആദ്യത്തെ പാർട്ടുകൾ കണ്ടിരിക്കണം ഈ പാർട്ട് കാണുന്നതിന് മുൻപ് കേട്ടോ. നിങ്ങൾ അത്യാവശ്യമൊക്കെ കണക്കറിയാവുന്നവരാണെങ്കിലും ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ എൻ്റേതായ ഒരു ശൈലിയിൽ എൻ്റേതായ രീതിയിൽ ഞാൻ 3 പാർട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ഇനിയുള്ള എക്സ്പ്ലനേഷനും അതിൻ്റെ ബേസിലായിരിക്കും. അതുകൊണ്ട് 3 പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്നത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നതെന്ന് നോക്കാം. നേരെ ക്ലാസ്സിലേക്ക് പോവാം. ടൈപ്പ് 11 നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്നതാണ്. യെസ്, അതായത് ഒരു റേഷ്യോ തരും 2:3. എന്നിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ ചോദിക്കും. ഒരു റേഷ്യോ തന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അപ്പോൾ 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 4:9 ആണ്. 4:9 ആണ്. അപ്പം ഒരു റേഷ്യോ തന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്യണം എന്നൊന്ന് ഓർക്കുക. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം 5:7. 5:7ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എനിക്കറിയാം. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സ്ക്വയർ ചെയ്യണം. 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49. 25:49 ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. സിമ്പിൾ കാര്യമാണ്. അടുത്തത് ഒരു റേഷ്യോ തന്നിട്ടുണ്ട് 144:49. എന്നിട്ട് ഇതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് സബ് ഡ്യൂപ്ലിക്കേറ്റ്? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 144 എന്ന് പറഞ്ഞാൽ 12. സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞാൽ 7. സോ 12:7 ആണ് ഇതിൻ്റെ ഉത്തരം. 12:7. 12:7. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഇതിനെയാണ് നമ്മൾ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ സ്ക്വയർ റൂട്ട് എടുക്കണം എന്നൊന്ന് ഓർത്തോണം. അടുത്തത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഒരു റേഷ്യോ തരും 2:5. ഇതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ ക്യൂബ് എടുക്കുന്നതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. 2ന്റെ ക്യൂബ് 8, 5ന്റെ ക്യൂബ് 125. 8:125 ആണ് ആൻസർ. 8:125. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. അപ്പൊ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്യൂബ് ചെയ്യണം. 2ന്റെ ക്യൂബ് 8, 5ന്റെ ക്യൂബ് 125. അടുത്തത് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ 64:27ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എടുക്കണം എന്ന് മനസ്സിലാക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 64 4, ക്യൂബ് റൂട്ട് ഓഫ് 27 3. ആൻസർ 4:3 ആണ്. ക്യൂബ് റൂട്ടാണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് റിവേഴ്സ് റേഷ്യോ? അതായത് 2:3യുടെ റിവേഴ്സ് റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 2:3യുടെ റിവേഴ്സ് റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 2:3യുടെ റിവേഴ്സ് റേഷ്യോ, അല്ലെങ്കിൽ ഈ റിവേഴ്സ് റേഷ്യോയ്ക്ക് തന്നെ നമുക്ക് പല പേരുകളുണ്ട്. ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയാം, ഇൻവേഴ്സ് റേഷ്യോ, അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ എന്നൊക്കെ പറയാം. എല്ലാം ഒന്ന് തന്നെയാണ്. റെസിപ്രോക്കൽ റേഷ്യോ, അതായത് എന്തൊക്കെയാ പേര്? റിവേഴ്സ് റേഷ്യോ ഉണ്ട്, ഇൻവേഴ്സ് റേഷ്യോ ഉണ്ട്, റെസിപ്രോക്കൽ റേഷ്യോ ഉണ്ട്. അപ്പോൾ ഒരു റേഷ്യോ തരുവാണ് 2:3യുടെ. അതിൻ്റെ റിവേഴ്സ് റേഷ്യോ കാണണം, അല്ലെങ്കിൽ ഇൻവേഴ്സ് റേഷ്യോ കാണണം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ കാണണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 2:3യുടെ റെസിപ്രോക്കൽ, 2ന്റെ റെസിപ്രോക്കൽ 1/2 വിൽക്രമം.
3ന്റെ വിൽക്രമം 1/3 അല്ലേ. അപ്പോൾ 2:3യുടെ റിവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/2:1/3 ആണ്. ഇനി 1/2:1/3 എന്ന് വന്നാൽ ഇതിനെ പ്രോപ്പറാക്കി എഴുതാൻ നമുക്കറിയാം, ഇങ്ങോട്ട് ഗുണിക്കണം ഇങ്ങോട്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ എത്ര വരും? 3:2 എന്ന് വരും. അപ്പോൾ 2:3യുടെ റിവേഴ്സ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ 3:2 ആണ്. 2:3യുടെ റിവേഴ്സ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ 3:2 ആണെന്ന് ഓർത്തോണം, പഠിച്ചോണം. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം 2:3:4 ഇതിൻ്റെ റിവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ നമുക്കറിയാം. ഇങ്ങനെ വന്നാൽ 2ന്റെ ഇൻവേഴ്സ് 1/2, 3ന്റെ 1/3, 4ന്റെ 1/4 ആണ്. ശരിയാണോ? ഇനി ഇതിൻ്റെ റിവേഴ്സ് റേഷ്യോ കാണാൻ നമുക്കറിയാം 1/2:1/3:1/4 എന്ന് വന്നാൽ നമുക്കറിയാം, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുകളിലെല്ലാം 1 ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ താഴത്തെ ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക, 2 മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 3 × 4 12 അല്ലേ. ഇനി 3 മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 4 × 2 8. ഇനി 4 മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 2 × 3 6 ആണോ. ഒന്നുകൂടെ ചെറുതാക്കുമ്പോൾ 6:4:3 6:4:3 ആണ് ഇതിന് ഇൻവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ 6:4:3 ആണ്. അടുത്തത് 2 റേഷ്യോ തരും, എന്നിട്ട് അതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. 2:3 അതുപോലെ 4:5 ഇങ്ങനെ 2 റേഷ്യോ തന്നിട്ട് അതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ കാണാൻ പറഞ്ഞാൽ അത് തമ്മിൽ ഗുണിച്ചാൽ മതി എന്നൊന്ന് ഓർക്കുക. 2 × 4 8, അതുപോലെ 3 × 5 15. 8:15 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 8:15 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഇതാണ് കോമ്പൗണ്ട് റേഷ്യോ എന്നറിയപ്പെടുന്നത് കേട്ടോ. 2 റേഷ്യോ തന്നിട്ടാണ് കോമ്പൗണ്ട് റേഷ്യോ കാണാൻ പറയുന്നത്. അപ്പോൾ അത് താഴേക്ക് ഗുണിക്കണം എന്ന കാര്യം ഓർക്കുക. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10:40 എന്നിവയുടെ മധ്യാനുപാതം എത്ര? 10:40 ഇവയുടെ മധ്യാനുപാതം കാണാനാണ് ചോദ്യം. 10:40 ഇവയുടെ മധ്യാനുപാതം ഓർക്കുക. എ ബി ഇവയുടെ മധ്യാനുപാതം എന്ന് പറഞ്ഞാൽ √A × B ആയിരിക്കും. എ ബി ഇവയുടെ മധ്യാനുപാതം എന്ന് പറഞ്ഞാൽ √A × B ആയിരിക്കും. അപ്പോൾ 10:40 ഇവയുടെ മധ്യാനുപാതം കാണാൻ 10ഉം 40ഉം കൂടെ ഗുണിച്ചിട്ട് റൂട്ട് എടുക്കണം. √400 എന്ന് വരും. √400 എത്രയാണെന്ന് നമുക്കറിയാം, 20. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 20 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോ ഇതാണ് മധ്യാനുപാതം. ഇതിന് ഇംഗ്ലീഷിൽ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയും കേട്ടോ. മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ. അപ്പോൾ 2 സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ മധ്യാനുപാതം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ അത് തമ്മിൽ ഗുണിക്കണം, എന്നിട്ട് റൂട്ട് എടുക്കണം. എയുടെയും ബിയുടെയും മധ്യാനുപാതം എന്ന് പറഞ്ഞാൽ A × B ഗുണിച്ചിട്ട് റൂട്ട് എടുക്കുന്നതാണ്. 10ൻ്റെയും 40ൻ്റെയും മധ്യാനുപാതം 10 × 40 ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതാണ്. അടുത്ത ചോദ്യം അത് ഇമ്പോർട്ടൻ്റ് ആണ്. 20, 25 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്ന് പറഞ്ഞാൽ മീൻ പ്രൊപ്പോർഷൻ ആണല്ലേ. സോ 20ഉം 45ഉം കൂടെ ഗുണിക്കണം, എന്നിട്ട് റൂട്ട് എടുക്കണം. ആണോ? യെസ്. അപ്പോൾ √900 എന്നല്ലേ വരുന്നേ. √900 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 30 എന്നാണ് കിട്ടുന്നത്. √900 30 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 30. അപ്പം മധ്യാനുപാതം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മീൻ പ്രൊപ്പോർഷൻ മറക്കണ്ട. അടുത്തത് 3ാം അനുപാതത്തെക്കുറിച്ചാണ്. 3ാം അനുപാതം, അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആദ്യം എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ സ്ക്വയർ ചെയ്യണം. അടുത്ത സബ് ഡ്യൂപ്ലിക്കേറ്റ് സ്ക്വയർ റൂട്ട് എടുക്കണം. അടുത്ത ട്രിപ്ലിക്കേറ്റ് ക്യൂബ് എടുക്കണം. അടുത്തത് സബ് ട്രിപ്ലിക്കേറ്റ് ക്യൂബ് റൂട്ട് എടുക്കണം. അടുത്തത് നമ്മൾ പഠിച്ച് ഇൻവേഴ്സ്, റിവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ. അതറിയാം. 2:3യുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/2:1/3 ആണ്. പിന്നെ പഠിച്ചത് കോമ്പൗണ്ട് റേഷ്യോ ആണോ. കോമ്പൗണ്ട് റേഷ്യോ 2 റേഷ്യോ തന്നിട്ട് കോമ്പൗണ്ട് റേഷ്യോ കാണാൻ ചോദിച്ചാൽ തമ്മിൽ ഗുണിച്ചെഴുതണം
അല്ലേ? പിന്നെ ലാസ്റ്റ് പറഞ്ഞത് മീൻ പ്രപ്പോർഷൻ മധ്യാനുപാതം. എയുടെയും ബിയുടെയും മധ്യാനുപാതം കാണാൻ എയും ബിയും ഗുണിച്ചിട്ട് റൂട്ട് എടുക്കണം. ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ മൂന്നാം അനുപാതത്തെക്കുറിച്ചും നാലാം അനുപാതത്തെക്കുറിച്ചും പഠിക്കുവാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, ആദ്യം ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. എ, ബി, സി ഇവ മൂന്നും അനുപാതത്തിൽ ആകണം എങ്കിൽ എ സി ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. ഞാൻ പറഞ്ഞത് നോട്ടായിട്ട് എഴുതി വെച്ചോ. എയും ബിയും സിയും അനുപാതത്തിൽ ആകണം എങ്കിൽ എ സി ഈക്വൽ ടു ബി സ്ക്വയറിന് തുല്യമാണ്. അപ്പൊ ഏതെങ്കിലും മൂന്ന് സംഖ്യകൾ അനുപാതത്തിലാകണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഏതെങ്കിലും മൂന്ന് സംഖ്യകൾ അനുപാതത്തിലാകണമെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഗുണിക്കുന്നത് രണ്ടാമത്തേതിന്റെ സ്ക്വയറിന് തുല്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ നോക്കിയേ, 2, 3, 4 ഇവ അനുപാതത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതും ഗുണിച്ച് കിട്ടുന്നത് ഇതിന്റെ സ്ക്വയറിന് തുല്യമാണോ നോക്കണം. 2 × 4 9, 3ന്റെ സ്ക്വയർ 9, ശരിയല്ലേ? അപ്പം എ സി ബി സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ 2ഉം 3ഉം 4യും അനുപാതത്തിലാണ് എന്ന് പറയാം. അപ്പം മൂന്ന് സംഖ്യകൾ എയും ബിയും സിയും അനുപാതത്തിലാവാനുള്ള കണ്ടീഷൻ എ സി ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. എയും ബിയും സിയും അനുപാതത്തിലാവാനുള്ള കണ്ടീഷൻ എ സി ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. ക്ലിയർ ആണോ? എയും ബിയും സിയും അനുപാതത്തിലാവാനുള്ള കണ്ടീഷൻ എ സി ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. പഠിച്ചു വെച്ചല്ലോ? ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ എഴുതി, എക്സാമ്പിൾ എഴുതി വെച്ചു. ഇനി ശ്രദ്ധിച്ചേ, അടുത്ത പോയിന്റ്, എയും ബിയും സിയും അനുപാതത്തിൽ ആണെങ്കിൽ ഇതിൽ സിയെ വിളിക്കുന്ന പേരാണ് മൂന്നാം അനുപാതം. എയും ബിയും സിയും അനുപാതത്തിലാണെങ്കിൽ സിയെ മൂന്നാം അനുപാതം, തേർഡ് പ്രപ്പോർഷണൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ മൂന്നാം അനുപാതം സി കാണാൻ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. സി കാണാൻ ബി സ്ക്വയർ ബൈ എ ആണ് എന്ന് പറയാം, അല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത നോട്ട്, എയും ബിയും സിയും അനുപാതത്തിലാണെങ്കിൽ ഇതിൽ സിയെ നമ്മളൊരു പേരിട്ട് വിളിക്കും. മൂന്നാം അനുപാതം, തേർഡ് പ്രപ്പോർഷണൽ എന്ന് സിയെ വിളിക്കുന്നു. എയും ബിയും തന്നിട്ട് സി കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ ബി സ്ക്വയർ ബൈ എ ചെയ്താൽ മതി. അപ്പം നമ്മുടെ നോട്ടുകൾ ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ നോട്ട് എഴുതണം, എയും ബിയും സിയും അനുപാതത്തിലാവണമെങ്കിൽ എ സി ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. 2, എയും ബിയും സിയും അനുപാതത്തിലാണെങ്കിൽ അതിൽ സിയെ മൂന്നാം അനുപാതം എന്ന് വിളിക്കുന്നു. സി കാണാൻ ബി സ്ക്വയർ ബൈ എ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോയാലോ? ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ കണ്ട ചോദ്യം ഇതാണ്, 4, 6 അല്ലേ, ഇവയുടെ മൂന്നാം അനുപാതം കാണണം. ഇതായിരുന്നു ചോദ്യം. 4, 6 ഇവയുടെ മൂന്നാം അനുപാതം കാണണം. അപ്പൊ എയും ബിയും ഉണ്ട്, മൂന്നാം അനുപാതം സി കാണാനാ ചോദ്യം, അല്ലേ? 4, 6 ഇവയുടെ മൂന്നാം അനുപാതം കാണണം. സി ആണ് മൂന്നാം അനുപാതം. സി കാണാൻ ബി സ്ക്വയർ ബൈ എ ചെയ്താൽ മതി എന്നാണ് നമ്മൾ പഠിച്ച്, ആണോ? ബി സ്ക്വയർ, 6ന്റെ സ്ക്വയർ 36/4, നമുക്ക് ആൻസർ 9 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ മൂന്നാം അനുപാതം ബി, ഓപ്ഷൻ ബി 9 ആണ്. അപ്പം ഇവിടെ എയും ബിയും തന്നിട്ട് സി കാണാൻ, 4ഉം 6ഉം തന്നിട്ട് അതിൻ്റെ മൂന്നാം അനുപാതം കാണും. മൂന്നാം അനുപാതം സി ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ ആണ്, അല്ലേ? 36/4 9 കിട്ടും നമുക്ക് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ശ്രദ്ധിച്ചോ, അടുത്തത് 8, 20 ഇവയുടെ മൂന്നാം അനുപാതം കാണണം. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, മൂന്നാം അനുപാതം സി കാണണം. സി കാണാൻ ബി സ്ക്വയർ ബൈ എ ആണ് ചെയ്യേണ്ടത്, അല്ലേ? സോ 20ന്റെ സ്ക്വയർ 400/8, 400/8 അപ്പോൾ 50 കിട്ടും, 50. സോ ഇവിടെ മൂന്നാം അനുപാതം ഓപ്ഷൻ സി ആണ് 50. അടുത്ത ചോദ്യം, 1/x + 1/y √(x + y). അപ്പം 1/x + 1/y ആണോ? ഇതൊരെണ്ണം. അടുത്തത് √(x + y). ഇവയുടെ മൂന്നാം അനുപാതം കാണുക,
അല്ലേ? അപ്പം നമ്മുടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഇത്, ബിയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഇത്, മൂന്നാം അനുപാതം സി കാണാനാണ് ചോദ്യം. സി കാണാൻ നമുക്കറിയാം b²/a ആണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യം കേട്ടോ മക്കളെ. b²/a. ഇവിടെ ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഇതല്ലേ? b² എന്ന് പറഞ്ഞാൽ x+y√. ഇതാണ് b² എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? b√(x+y). b² എന്ന് പറഞ്ഞാൽ √(x+y²) ഡിവൈഡഡ് ബൈ എ. എന്ന് പറഞ്ഞാൽ 1/x+1/y ആണ്. ആണോ? ഇനി അറിയേണ്ട ചില കാര്യങ്ങൾ, അതായത് റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ആണോ? അറിയത്തില്ലാത്ത ഒരു സൈഡിൽ എഴുതിക്കോ. √x² എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും ക്യാൻസൽ ആകും. x² എന്ന് പറഞ്ഞാലും എക്സ് ആണ്. സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും രണ്ടും ക്യാൻസൽ ആകും. അപ്പം അറിയത്തില്ലാത്തവർ അതൊന്ന് നോട്ടായിട്ട് സൈഡിൽ എഴുതി വെച്ചേരെ, നമുക്കിനി ആവശ്യം വരും. ഓക്കെ. അപ്പോൾ ഇവിടെ മുകളിൽ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആകുമ്പോൾ ബാക്കി x+y ഉണ്ട്. ശരിയാണോ? ബാക്കി x+y ഉണ്ട്. താഴെ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x+y ഡിവൈഡഡ് ബൈ xy എന്ന് വരും അല്ലേ? ആണ്, ഇങ്ങനെ വരും അല്ലേ? ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് ഗുണിക്കുക എന്നാണല്ലോ. അപ്പം മുകളിലത്തെ x+y അങ്ങനെ തന്നെ എഴുതി താഴത്തേനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ xy/x+y എന്ന് വരും. അപ്പോൾ ഈ x+yയും ഈ x+yയും ഒരേപോലത്തെ ആയതുകൊണ്ട് രണ്ടിനെ വെട്ടിക്കളയാം. ബാക്കി ഉത്തരം xy. ബാക്കി ഉത്തരം xy. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് xy എന്നാണ്. ഇതാണ് പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ചോദിച്ച ഒരു ചോദ്യം എന്ന് മനസ്സിലാക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വന്നതാണ്. ഇനി ചോദ്യം ഇങ്ങനെ വരും. 2, 5, x ഇവ അനുപാതത്തിലായാൽ എക്സിൻ്റെ വില എത്ര? 2, 5, x ഇവ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ വില കാണണം. ഇവിടെ മൂന്നാം അനുപാതം കാണുക എന്ന ടേം, മൂന്നാം അനുപാതം, തേർഡ് പ്രപ്പോർഷൻ എന്ന ടേം അവർ യൂസ് ചെയ്യുന്നില്ല. പകരം 2ഉം 5ഉം എക്സും അനുപാതത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എക്സ് കാണുക എന്ന് പറഞ്ഞാൽ അത് മൂന്നാനുപാതം കാണുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ എക്സ് കാണാൻ, മൂന്നാനുപാതം കാണാൻ എന്താ ഇക്വേഷൻ? b² ഡിവൈഡഡ് ബൈ a അല്ലേ? അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 2. എത്ര ആൻസർ? 12.5 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 12.5. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇവിടെ കണ്ടോ, 4, 10, x ഇവ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം അനുപാതം കാണാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവ മൂന്നാം അനുപാതം എന്ന ടേം യൂസ് ചെയ്തിട്ടില്ല. ഇത് മൂന്നും അനുപാതത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് മൂന്നാം അനുപാതമാണ് എക്സ്. മൂന്നാം അനുപാതം കാണുക എന്ന് പറയുന്നതും ഇവ അനുപാതത്തിലായിട്ട് എക്സ് കാണുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പം 4, 10 x ഇവ അനുപാതത്തിലാണെങ്കിൽ എക്സ് മൂന്നാം അനുപാതമാണ്. അപ്പം എക്സ് കാണാൻ പറഞ്ഞാൽ മൂന്നാം അനുപാതം കണ്ടാൽ മതി. b²/a, അതായത് 10ൻ്റെ സ്ക്വയർ 100 ഡിവൈഡഡ് ബൈ 4. ആൻസർ 25 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? എ ആണ് കറക്റ്റ് ഉത്തരം ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് മനസ്സിലാക്കാം. അടുത്തതിൻ്റെ പേരാണ് നാലാം അനുപാതം. അപ്പം ആദ്യം ആരാണ് നാലാം അനുപാതം, എന്താണ് നാലാം അനുപാതം എന്ന് മനസ്സിലാക്കാം. അപ്പം നോട്ട് എഴുതിക്കോ. എയും ബിയും സിയും ഡിയും അനുപാതത്തിൽ ആകണം എങ്കിൽ AD = BC ആയിരിക്കണം. എയും ബിയും സിയും ഡിയും അനുപാതത്തിൽ ആകണം എങ്കിൽ AD = BC ആയിരിക്കണം. ഇതാണ് നിയമം. എന്താണ്? AD = BC ആയിരിക്കണം. എയും ബിയും സിയും ഡിയും 4 സംഖ്യകൾ അനുപാതത്തിലാകണമെങ്കിൽ AD = BC ആയിരിക്കണം. അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ 2, 3, 5, 7.5 ഈ 4 സംഖ്യകൾ അനുപാതത്തിലാകണമെങ്കിൽ
ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും തുല്യമായിരിക്കണം. 2 × 7 15, 3 × 5 15. കണ്ടോ? അപ്പം ഇത് AD = BC ആണ്. അപ്പം ഈ 4 സംഖ്യകൾ അനുപാതത്തിലാണ്. 2ഉം 3ഉം 5ഉം 7യും അനുപാതത്തിലാണ്. കാരണം AD = BC ആണ് ഇവിടെ. അപ്പം നമ്മുടെ നോട്ട് എന്താ? ABCD ഇവ അനുപാതത്തിലാകണമെങ്കിൽ AD = BC ആയിരിക്കണം. ഇനി അടുത്ത പോയിന്റ് ABCD ഇവ അനുപാതത്തിൽ ആണെങ്കിൽ DA 4ാം അനുപാതം, 4th പ്രപ്പോർഷണൽ എന്ന് വിളിക്കുന്നു. എയും ബിയും സിയും ഡിയും അനുപാതത്തിലാണെങ്കിൽ ഇതിൽ DA വിളിക്കുന്ന പേരാണ് 4ാം അനുപാതം. അപ്പോൾ D കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ നിന്നുണ്ടാക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ BC/A എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ എയും ബിയും സിയും ഡിയും അനുപാതത്തിലാണെങ്കിൽ ഈ DA 4ാം അനുപാതം, 4th പ്രപ്പോർഷണൽ എന്ന് പറയുന്നു. D കാണാൻ BC/A ചെയ്താൽ മതി. അപ്പോൾ പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ എയും ബിയും സിയും ഡിയും അനുപാതത്തിലാവാനുള്ള കണ്ടീഷൻ എന്താ? ADയും BCയും ഈക്വൽ ആയിരിക്കണം. ഇനി എയും ബിയും സിയും ഡിയും അനുപാതത്തിലാണെങ്കിൽ അതിൽ DA വിളിക്കുന്ന പേരാണ് 4ാം അനുപാതം. D കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? BC/A ചെയ്താൽ അത് കിട്ടും. റെഡി? അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോവാം. നോക്കിക്കേ. 3, 5, 9 3, 5, 9 ഇവയുടെ 4ാം അനുപാതം കാണണം. അപ്പോൾ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. 4ാം അനുപാതം D കാണാനാ ചോദ്യം. 4ാം അനുപാതം D കാണാൻ എന്ത് ചെയ്യണം? BC/A ചെയ്യണം. ആണോ? B എന്ന് പറഞ്ഞാൽ 5, C എന്ന് പറഞ്ഞാൽ 9, A എന്ന് പറഞ്ഞാൽ 3. 45/3 അല്ലേ? എത്ര കിട്ടും? 15 എന്ന് കിട്ടും. 4ാം അനുപാതം. ഓപ്ഷൻ C ആണ് കറക്റ്റ്, 15. അപ്പോൾ ക്ലിയർ ആണല്ലോ? സംഗതി ക്ലിയർ, പക്ക. ശരി, എങ്കിൽ അടുത്ത ചോദ്യം. 2, 3, 10 x ഇവ അനുപാതത്തിലായാൽ എക്സിൻ്റെ വില കാണുക. ഇവിടെ എക്സിൻ്റെ വില കാണുക എന്ന് പറഞ്ഞാൽ 4ാം അനുപാതം കാണുക എന്നാണ്. ഇവിടെ 4ാം അനുപാതം എന്ന ടേം അവർ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എക്സ് കാണുക എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ഡിയും അനുപാതത്തിലാണ് അല്ലേ? 2ഉം 3ഉം 10ഉം എക്സും അനുപാതത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് 4ാം അനുപാതമായിരിക്കും. എക്സ് കാണുക എന്ന് പറഞ്ഞാൽ 4ാം അനുപാതം കാണണം. അതിന് BC/A ചെയ്യണം. അപ്പം 3 × 10 ÷ 2 30/2 ആൻസർ 15 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വില ഓപ്ഷൻ A 15 ആണ്. കണ്ടോ? അപ്പം ഇങ്ങനെ 2 രീതിയിലും വരാം. 4ാം അനുപാതം കാണുക എന്ന് പറഞ്ഞ് വരാം. അല്ലെങ്കിൽ 2, 3, 10 എക്സ് ഇവ അനുപാതത്തിലാണ് എങ്കിൽ എക്സ് എത്ര എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ 4ാം അനുപാതം എന്ന് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എക്സ് കാണുക എന്ന് പറഞ്ഞാൽ 4ാം അനുപാതം കാണുകയാണെന്ന് മനസ്സിലാക്കിക്കണം. ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6 ചോദ്യം. 6, 10, 18 എക്സ് ഇവ അനുപാതത്തിലാണ്. അപ്പോൾ എക്സ് കാണാൻ 4ാം അനുപാതം കാണണം. 4ാം അനുപാതം = BC/A അല്ലേ? 10 × 18 ÷ 6 ആണോ? ഇതും വെട്ടിപ്പോയി 3 തവണ 30 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 30. സോ ഓപ്ഷൻ B ആണ് കറക്റ്റ് ഉത്തരം, 30. അടുത്ത ചോദ്യം ചെറിയൊരു മാറ്റമുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. 7, 10, 12, 18 7, 10, 12, 18 എന്നീ സംഖ്യകൾ അനുപാതത്തിൽ ആകണം എങ്കിൽ ഓരോന്നിൽ നിന്നും കുറയ്ക്കേണ്ട സംഖ്യ ഏത്? അപ്പം 7, 10, 12, 18 ഇപ്പം അനുപാതത്തിലല്ല. അനുപാതത്തിലാകാൻ ഇതിൽ ഓരോന്നിൽ നിന്നും ഏത് കുറയ്ക്കണം എന്നാണ് ചോദ്യം. ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഇങ്ങനെ വന്നാൽ ഓപ്ഷൻസ് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻ എ 1 അല്ലേ? ഓക്കെ, എല്ലാത്തിൽ നിന്നും 1 കുറച്ചാൽ അനുപാതത്തിലാകുന്നുണ്ടോ എന്ന് നോക്കാം. 7 ൽ നിന്ന് 1 കുറച്ചാൽ 6, 10 ൽ നിന്ന് 1 കുറച്ചാൽ 9, 12 ൽ നിന്ന് 1 കുറച്ചാൽ 11, 18 ൽ നിന്ന് 1 കുറച്ചാൽ 17. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇത് അനുപാതത്തിലാകുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, ഇത് അനുപാതത്തിലാകുന്നുണ്ടോ എന്നറിയാൻ
നമുക്കറിയാം എ ഡി ഈക്വൽ ടു ബി സി ആയാലേ അനുപാതത്തിലാവത്തുള്ളൂ. ആണോ? എ ഡി ഈക്വൽ ടു ബി സി ആവണം. ക്ലിയർ അല്ലേ? അപ്പൊ 6ഉം 17ഉം ഗുണിച്ച് കിട്ടുന്നതും 9ഉം 11ഉം ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആണെങ്കിൽ അനുപാതത്തിലാവും. മക്കളെ, ഗുണിച്ച് സമയം കളയണ്ട. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിക്കേ. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കുമ്പം 6ഉം 7ഉം 6 7 42 രണ്ടിലാണ് ഇതിൻ്റെ ഗുണനഫലത്തിൻ്റെ അവസാനത്തെ അക്കം വരുന്നത്. 9ഉം 11ഉം ഗുണിച്ചാൽ 99. 9 ഗുണനഫലത്തിൻ്റെ അവസാനത്തെ അക്കം വരുന്നത്. അപ്പോൾ ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ അല്ല. അതായത് ഇവ അനുപാതത്തിലായിട്ടില്ല. സംഗതി ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി ഏതാ? 2. എല്ലാത്തിൽ നിന്നും 2 കുറച്ചാൽ അനുപാതത്തിലാകുമോ എന്ന് ചെക്ക് ചെയ്യാം. 7ൽ നിന്ന് 2 കുറച്ചാൽ 5, 10ൽ നിന്ന് 2 കുറച്ചാൽ 8, 12ൽ നിന്ന് 2 കുറച്ചാൽ 10, 18ൽ നിന്ന് 2 കുറച്ചാൽ 16. ഇപ്പം ഇത് അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആണോ നോക്കണം. 5 × 16 80, 8 × 10 80. ശരിയായില്ലേ? അതായത് എ ഡി ഈക്വൽ ടു ബി സിക്ക് തുല്യമായില്ലേ? അപ്പം അനുപാതത്തിലാവാൻ നമ്മൾ കുറയ്ക്കേണ്ട സംഖ്യ ഏതാ? അനുപാതത്തിലാവാൻ നമ്മൾ കുറയ്ക്കേണ്ട സംഖ്യ ഓപ്ഷൻ ബി ആണ്, 2 ആണ്. ഇത്തരം ഒരു ചോദ്യം വന്നാൽ ഓപ്ഷൻ ഇത് ചെയ്യുക. 4 സംഖ്യകൾ ഇപ്പം അനുപാതത്തിലല്ല. ഇത് അനുപാതത്തിലാവാൻ ഏത് കുറയ്ക്കണം എന്നാ ചോദ്യം. ഓപ്ഷൻ എ 1 കുറച്ച് നോക്കി, അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്തു. അനുപാതത്തിലായില്ല. അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. എയും ബിയും സിയും ഡിയും അനുപാതത്തിലാവാനുള്ള കണ്ടീഷൻ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കണമെന്ന് നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 കുറച്ച് നോക്കിയപ്പോൾ ഈ 4 സംഖ്യകൾ അനുപാതത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എയും ഡിയും ഗുണിച്ച് കിട്ടുന്നത് ബിയും സിയും ഗുണിച്ച് കിട്ടുന്നതിനോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു. അല്ല, അതുകൊണ്ട് അനുപാതത്തിലായില്ല. യെസ്. ഇനി 2 കുറച്ച് നോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വലായി. അപ്പോൾ 5ഉം 8ഉം 10ഉം 16ഉം അനുപാതത്തിലാണ്. അപ്പോൾ അനുപാതത്തിലാകാൻ കുറയ്ക്കേണ്ട സംഖ്യ 2 ആണ്. ക്ലിയർ? യെസ്. എങ്കിൽ അടുത്ത ചോദ്യം 1 4 1 4 10 22 1 4 10 22 ഇവയോട് ഏത് സംഖ്യ കൂട്ടിയാൽ ഇവ അനുപാതത്തിലാകും? ഏത് സംഖ്യ കൂട്ടിയാൽ അനുപാതത്തിലാകുന്നത്? ഇപ്പൊ അനുപാതത്തിലല്ല, ഏത് കൂട്ടിയാലാണ് അനുപാതത്തിലാകുന്നത്? ഓപ്ഷൻ എ 1. എല്ലാത്തിനോടും 1 കൂട്ടി നോക്കാം, അനുപാതത്തിലാകുന്നുണ്ടോ ചെക്ക് ചെയ്യാം. 1നോട് 1 കൂട്ടിയാൽ 2, 4നോട് 1 കൂട്ടിയാൽ 5, 10നോട് 1 കൂട്ടിയാൽ 11, 22നോട് 1 കൂട്ടിയാൽ 23. ഇപ്പോൾ ഇത് അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യാം. ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വലാവണം. 2ഉം 23ഉം ഗുണിച്ചാൽ അത് 6ൽ അവസാനിക്കും. ഇത് 5 11 ഗുണിച്ചാൽ 5ൽ അവസാനിക്കും. അപ്പോൾ അവസാനത്തെ അക്കം ഈക്വൽ അല്ല. അപ്പോൾ പിന്നെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളും ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ 1 കൂട്ടിയാൽ അനുപാതത്തിലാവില്ല. ഓപ്ഷൻ ബി 11 കൂട്ടിയാൽ അനുപാതത്തിലാകുമോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ 1നോട് 11 കൂട്ടിയാൽ 12, 4നോട് 11 കൂട്ടിയാൽ 15, 10നോട് 11 കൂട്ടിയാൽ 21, 22നോട് 11 കൂട്ടിയാൽ 33. ഇപ്പം അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യാം. ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആണോ നോക്കാം. നമുക്കറിയാം ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3. ഗുണിച്ചാൽ 2 × 3 6ൽ അവസാനിക്കുന്നത്. ഇവിടെ 5ഉം 1ഉം ഗുണിച്ചാൽ 5ൽ അവസാനിക്കുന്നത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഈക്വൽ ആയില്ല, പിന്നെ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അത് ഈക്വൽ ആവില്ല. ഓക്കെ, ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി എത്രയാ? 5 ആണ്. ആണോ? 5 കൂട്ടിയാൽ അനുപാതത്തിലാവുമോ നോക്കാം. 1നോട് 5 കൂട്ടിയാൽ 6, 4നോട് 5 കൂട്ടിയാൽ 9, 10നോട് 5 കൂട്ടിയാൽ 15, 22നോട് 5 കൂട്ടിയാൽ 27. ഇപ്പം അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യാം. ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? 6 7 42 ഒറ്റയുടെ സ്ഥാനത്തേക്കാൻ 2, 9 5 45 ഒറ്റയുടെ സ്ഥാനത്തേക്കാൻ 5 ഈക്വൽ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ 2 നോക്കാം. ഓപ്ഷൻ ഡി ആണ്. 2 കൂട്ടിയാൽ അനുപാതത്തിലാകുമോ എന്ന് ചെക്ക് ചെയ്യാം. 1നോട് 2 കൂട്ടിയാൽ 3, 4നോട് 2 കൂട്ടിയാൽ 6, 10നോട് 2 കൂട്ടിയാൽ 12, 22നോട് 2 കൂട്ടിയാൽ 24. ഇപ്പം അനുപാതത്തിലായോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതും ഗുണിച്ച് കിട്ടുന്നത് ഇതും ഗുണിച്ച് കിട്ടുന്നത് ഈക്വൽ ആണോ നോക്കണം. 3 × 24 72, 6 × 12 72. അപ്പം എ ഡി ഈക്വൽ ടു ബി സിക്ക് തുല്യമായി. അപ്പം ഏത് കൂട്ടിയാലാ അനുപാതത്തിലാകുന്നേ? ഓപ്ഷൻ ഡി കൂട്ടിയാലാണ് ഇവ അനുപാതത്തിൽ ആകുന്നത്.
അപ്പോൾ ഈ മോഡലിൽ നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പം 3 അനുപാതം എന്താണെന്നും 4 അനുപാതം എന്താണെന്നും അതിൻ്റെ ചോദ്യങ്ങൾ എന്താണെന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമ്മുടെ 12ാമത്തെ ടൈപ്പ് ഇതാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ. 1400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം 4:3 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? 1400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം 4:3 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഓക്കെ, ഈ കണക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടും പറയാം, നിങ്ങൾ രണ്ടും പഠിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. 1400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ശ്രദ്ധിച്ചേ. ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ആകെ 1400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിൽ ബോയ്സും ഗേൾസും ഏത് റേഷ്യോയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബോയ്സും ഗേൾസും 4:3 എന്ന റേഷ്യോയിലാണ് എങ്കിൽ അവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? ആൺകുട്ടികൾ ഉണ്ട് എന്നതാണ് ചോദ്യം. അപ്പം നമ്മുടെ ആദ്യത്തെ മെത്തേഡ് ശ്രദ്ധിച്ചേ. ആകെ 1400 പേര്, ബോയ്സും ഗേൾസും 4:3 എന്ന റേഷ്യോയിലാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 4 3 7, 7ൽ 4 ഭാഗം അവിടെ ആൺകുട്ടികളുണ്ട്. അതായത് നിങ്ങൾ നോക്കിയേ, 4:3, 4 3 7, 7ൽ 4 ഭാഗവും ആൺകുട്ടികളാണ് അവിടെ. അപ്പൊ ബാക്കി എത്രയാ? 7ൽ 3 ആണോ? 7ൽ 3 ഭാഗവും ആരാ? പെൺകുട്ടികളാണ്. 7ൽ 4 ഭാഗം ആൺകുട്ടികളാണെങ്കിൽ ബാക്കി 7ൽ 3 ഭാഗവും പെൺകുട്ടികളാണ് അല്ലേ? ഇനി ആൺകുട്ടികൾ എത്രയുണ്ട് എന്നല്ലേ ചോദ്യം. ബോയ്സിന്റെ എണ്ണം, ആൺകുട്ടികളുടെ എണ്ണം കാണാൻ ആകെ 1400 പേരില്ലേ, അതിൽ 7ൽ 4 ഭാഗം ആൺകുട്ടികളാണെങ്കിൽ 1400ന്റെ 7ൽ 4 ഭാഗം എത്രയാണ് എന്ന് നോക്കിയാൽ പോരെ. 1400ന്റെ 7ൽ 4 ഭാഗം കാണാൻ ഇതും വെട്ടിപ്പോയി 200. 200 × 4 800 എന്ന് കിട്ടും. 800. അപ്പൊ എനിക്ക് മനസ്സിലായി 800 പേര് ആൺകുട്ടികളാണ്. ഇനി പെൺകുട്ടികൾ, ഗേൾസിന്റെ എണ്ണം കാണാനായിരുന്നു ചോദ്യമെങ്കിലോ ആകെ എത്രയുണ്ട്? 1400 ഉണ്ട് അല്ലേ? ഇതിൽ 7ൽ 3 ഭാഗം അല്ലേ പെൺകുട്ടികൾ. അപ്പൊ 1400ന്റെ 7ൽ 3 കണ്ടുപിടിക്കണം. ഇതും കൂടെ വെട്ടിക്കളയാം. 200 × 3 ആൻസർ 600 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ്. 4:3 ആണെങ്കിൽ 7ൽ 4 ഭാഗം ആൺകുട്ടികളും 7ൽ 3 ഭാഗം പെൺകുട്ടികളും. അപ്പൊ 1400ന്റെ 7ൽ 4 എത്രാന്ന് കണ്ടുപിടിച്ചാൽ ആൺകുട്ടികളുടെ എണ്ണം കിട്ടും. 1400ന്റെ 7ൽ 3 എത്രാന്ന് കണ്ടുപിടിച്ചാൽ പെൺകുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാം. ശ്രദ്ധിച്ചു കേട്ടു മക്കളെ. രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ സെക്കൻഡ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് പറയുന്ന കാര്യം ആകെ 1400 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1400 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ബോയ്സും ഗേൾസും 4:3 എന്ന റേഷ്യോയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത്, ബോയ്സിൻ്റെ റേഷ്യോ ആണ് 4. ബോയ്സിൻ്റെ എണ്ണം 4x എന്നും ഗേൾസിൻ്റെ എണ്ണം 3x എന്നും എടുക്കുവാണ്. 4 എന്നത് ബോയ്സിൻ്റെ റേഷ്യോയാണ്, എണ്ണമല്ല. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ഞാൻ 4x ആയിട്ടും ഗേൾസിൻ്റെ എണ്ണം ഞാൻ 3x ആയിട്ടും പരിഗണിച്ചു. അപ്പോൾ ബോയ്സും ഗേൾസും കൂടെ കൂട്ടുമ്പോൾ 4xും 3xും 7x ആളുകളുണ്ട്. ഈ 7x ആളുകൾ എന്ന് പറയുന്നതാണ് ആകെയുള്ള 1400. അതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ 1400 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 200 ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ എക്സിന്റെ വില 200 ആണെങ്കിൽ ബോയ്സിന്റെ എണ്ണം കാണാൻ 4x എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. എക്സ് 200 ആണെങ്കിൽ 4x 4 × 200 800 എന്നും, ഗേൾസിന്റെ എണ്ണം കാണാൻ 3x 3 × 200 600 എന്നും കണ്ടുപിടിക്കാം. ഇതാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡ്.
അപ്പം 4:3 അവരുടെ റേഷ്യോ. അപ്പം ബോയ്സിൻ്റെ എണ്ണം 4x ആയിട്ടും ഗേൾസിൻ്റെ എണ്ണം 3x ആയിട്ടും എടുക്കുക. അപ്പോൾ ആകെ 7x. 7x ആണ് 1400. അതിൽ നിന്ന് x 1400/7 200 എന്ന് കിട്ടും. x 200 ആണെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം 4x ആയതുകൊണ്ട് 4 × 200 800, ഗേൾസിൻ്റെ എണ്ണം 3x ആയതുകൊണ്ട് 3 × 200 600 എന്ന് എടുക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. 7200 രൂപ രാജുവിനും മോഹനും റഹീമിനും 7:2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ രാജുവിൻ്റെ വിഹിതം എത്ര? രാജുവിൻ്റെ വിഹിതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡ് ചെയ്യുമ്പം 7200 രൂപയല്ലേ മക്കളെ ഇവർക്കെല്ലാവർക്കും വേണ്ടി വീതിക്കുന്നത്? ഏത് റേഷ്യോയിലാണ് വീതിക്കുന്നത്? 7:2:3 എന്ന റേഷ്യോയിലാണ് രാജുവിനും മോഹനും റഹീമിനും കൂടെ ഈ എമൗണ്ട് വീതിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 7 3 10 2 12. 12ൽ 7 ഭാഗം ഷെയർ ആരുടെ ആയിരിക്കും? രാജുവിൻ്റെ ആയിരിക്കും അല്ലേ? അപ്പം രാജുവിൻ്റെ വിഹിതം കാണാൻ 7200ൻ്റെ 12ൽ 7 ഭാഗം എത്രയാണ് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 7200ൻ്റെ 12ൽ 7 ഭാഗം കാണാൻ മക്കളെ ഇതും കൂടെ വെട്ടിക്കളഞ്ഞു. 6 600 × 7 6 7 42 4200 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ? 4200 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരു മെത്തേഡ്. ഇനി നമ്മൾ ചെയ്ത രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. നമുക്ക് എത്ര രൂപയാണ് വീതിക്കേണ്ടേ? 7200. രാജുവിനും മോഹനും റഹീമിനും അല്ലേ വീതിക്കണ്ടേ? ഏത് റേഷ്യോയിലാ? 7:2:3 എന്ന റേഷ്യോയിലാണ്. രാജുവിൻ്റെ വിഹിതം 7x, മോഹൻ്റെ വിഹിതം 2x, റഹീമിൻ്റെ വിഹിതം 3x. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 12x. ഈ 12x എന്ന് പറയുന്നതാണ് 7200 രൂപ. അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 7200 / 12 എന്ന് വരും, ഈക്വൽ ടു 600 എന്ന് കിട്ടും. 600. യെസ്, x 600 ആണെങ്കിൽ നമുക്ക് രാജുവിൻ്റെ വിഹിതം അല്ലേ കാണണ്ടേ? 7x അല്ലേ? അപ്പോൾ 7 × 600 7 × 600 എന്ന് വരും. ആൻസർ 4200 എന്ന് വരും. ചെയ്തത് ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ രീതി. നമ്മൾ മുമ്പേ ചെയ്ത പോലെ 2 രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡ്. ഇത് രണ്ടും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. ഈ 2 മെത്തേഡും ഒന്ന് അറിഞ്ഞിരിക്കണേ. ക്ലിയർ ആണല്ലോ കുഞ്ഞുങ്ങളെ? മുന്നോട്ട് പോവാം. യെസ്, അടുത്ത ചോദ്യം. ഒരു സ്വർണ്ണപ്പണിക്കാരൻ ആഭരണം പണിയുന്നതിന് സ്വർണവും ചെമ്പും ചേർക്കുന്നത് 9:1.5 എന്ന അംശബന്ധത്തിലാണ്. എങ്കിൽ 84 ഗ്രാം ആഭരണം ഉണ്ടാക്കാൻ എത്ര ഗ്രാം സ്വർണം ആവശ്യമാണ്? ചോദ്യം ശ്രദ്ധിച്ചേ. ഒരു സ്വർണ്ണപ്പണിക്കാരൻ ആഭരണം പണിയുന്നതിന് സ്വർണവും ചെമ്പും ചേർക്കുന്നത് 9:1.5 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ഇതാണ് സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും റേഷ്യോ. എത്രയാ? 9:1.5. എങ്കിൽ 84 ഗ്രാം ആഭരണം ഉണ്ടാക്കാൻ എത്ര ഗ്രാം സ്വർണം ആവശ്യമാണ്? സ്വർണത്തിൻ്റെ ചെമ്പിൻ്റെ റേഷ്യോയിനെ നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. വൃത്തിയുള്ള റേഷ്യോ ആയിട്ട് എഴുതാം. എന്ന് പറഞ്ഞാൽ മക്കളെ ഈ 9:1.5 എന്ന് പറഞ്ഞാൽ 9/1.5 എന്നല്ലേ? പോയിന്റ് കളയാൻ മുകളിലും താഴെയും 10 കൊണ്ട് അങ്ങ് ഗുണിച്ചാലോ? അപ്പൊ 90/15 എന്ന് വരുമല്ലോ. ഇതിനെ രണ്ടിനെയും വെട്ടിക്കളഞ്ഞങ്ങ് ചെറുതാക്കിയാൽ എങ്ങനെ വരും? 15ഉം 90ഉം വെട്ടിക്കളയാം 6 തവണ, ഇതൊരു തവണ. അപ്പൊ എനിക്ക് മനസ്സിലായി 6:1 അല്ലേ ഇത്? അപ്പൊ 9:1.5 എന്ന് പറഞ്ഞാൽ 6:1 എന്ന റേഷ്യോയിലല്ലേ? 9:1.5 എന്ന് പറഞ്ഞാൽ 6:1 എന്ന റേഷ്യോയിലല്ലേ? ആണ്. ഓക്കെ, അപ്പൊ സ്വർണവും ചെമ്പും 6:1 എന്ന റേഷ്യോയിലാണുള്ളത് അല്ലേ? ഒന്നുമില്ല, 9:1.5 ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം 9:1.5 എന്ന് പറഞ്ഞാൽ 9/1.5 ആണ്. വേണമെങ്കിൽ ഈ 1.5ഉം 9ഉം ഡയറക്റ്റ് വെട്ടിക്കളയാം. 1.5 × 6 ആണ് 9.
ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ച് പോയിന്റ് മാറാൻ. മുകളിൽ 90 താഴെ 15 വന്നു. ഇനി വേണമെങ്കിൽ 5 വെച്ചൊക്കെ വെട്ടിക്കളയാം. പക്ഷേ 15 × 6 മക്കളെ 90. അപ്പോൾ 6/1 6:1 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആകെയുള്ള 7ൽ 6 ഭാഗം സ്വർണം വേണം അല്ലേ. 6 1 7 7ൽ 6 ഭാഗം സ്വർണ്ണമായിരിക്കണം. അപ്പോൾ 84 ഗ്രാം ആഭരണം ഉണ്ടാക്കാൻ എത്ര ഗ്രാം സ്വർണം ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം 84ൻ്റെ 7ൽ 6 ഭാഗം എത്രയാണെന്ന് നോക്കിയാൽ മതി. 7ൽ 6 ഭാഗം എത്രയാണെന്നറിയാൻ ഇതും വെട്ടിപ്പോയി. 1 12 × 6 72 ഗ്രാം സ്വർണം ആവശ്യമായി വരും എന്ന് മനസ്സിലാക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 72 ഗ്രാം. അപ്പം ഞാൻ ചെയ്തത് വേറൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമല്ല. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ നിങ്ങൾ. സ്വർണ്ണപ്പണിക്കാരൻ ആഭരണം പണിയുന്നതിന് സ്വർണവും ചെമ്പും ചേർക്കണം. 9:1.5 ആണ് റേഷ്യോ. ശരിയാണോ? ആണ്. അപ്പം ഞാൻ ആദ്യം 9:1.5നെ ഒന്ന് വൃത്തിയുള്ള റേഷ്യോ ആക്കി മാറ്റി. അത് 6:1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 6 1 7ൽ 6 ഭാഗമാണ് സ്വർണം വേണ്ടത്. അപ്പോൾ 84 ഗ്രാം ആഭരണം പണിയുമ്പോൾ 7ൽ 6 ഭാഗം സ്വർണ്ണമായിരിക്കണം. 84ൽ 7ൽ 6 ഭാഗം കണ്ടുപിടിച്ചാൽ 72 ഗ്രാം എന്ന് കിട്ടും. ചോദ്യം, 2 സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 ആയാൽ രണ്ടാമത്തെ സംഖ്യ എത്ര? മക്കളെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും സംഖ്യകളാണ്. ഈ 2 സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെ സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ സംഖ്യ 5x ആയിരുന്നു എന്നും രണ്ടാമത്തെ സംഖ്യ 6x ആയിരുന്നു എന്നും എടുക്കാം. ഇനി തന്നിരിക്കുന്നത് ആദ്യത്തെ സംഖ്യ 150 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 5x എന്ന് പറയുന്നതാണ് ആദ്യത്തെ സംഖ്യ, അത് 150 ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയാണോ? 5x എന്നത് 150 ആണെങ്കിൽ അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 150/5 30 എന്ന് കിട്ടും. x 30 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കാണാൻ 6x എത്രയാണെന്ന് നോക്കണം. 6 × 30 6 3 18 180 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 180. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ 180 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ക്ലിയർ ആണെങ്കിൽ മുന്നോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 80 ആണ്. ഇവ തമ്മിലുള്ള അംശബന്ധം 3:8 ആയാൽ അവയിൽ വലിയ സംഖ്യ ഏത്? ഓക്കെ, 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ഓക്കെ, ആ സംഖ്യകൾ 3:8 എന്ന റേഷ്യോയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ സംഖ്യ നമുക്ക് 3x ആയിട്ട് പരിഗണിക്കാം, രണ്ടാമത്തെ സംഖ്യ നമുക്ക് 8x ആയിട്ട് പരിഗണിക്കാം. ശരി, ഇനി സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 3x-ഉം 8x-ഉം തമ്മിൽ 5x ആണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് 80 എന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ സംഖ്യ 3x, രണ്ടാമത്തെ സംഖ്യ 8x, രണ്ടും തമ്മിൽ 5x-ൻ്റെ വ്യത്യാസമുണ്ട്. ഈ 5x ആണ് 80. 5x 80 ആണെങ്കിൽ x കണ്ടുപിടിക്കാം. 80/5 ആണോ? 80/5 നമുക്ക് 16 എന്ന് കിട്ടും. 16. ക്ലിയർ ആണോ? 80/5 16 എന്ന് കിട്ടി. അപ്പോൾ x 16 ആണെന്ന് മനസ്സിലായി. ഇനി ചോദ്യം, വലിയ സംഖ്യ എന്ന വലിയ സംഖ്യ 8x അല്ലേ? ആണോ? അപ്പോൾ 8 × 16 ആണ് വലിയ സംഖ്യ. 8 × 16 നമുക്ക് എത്ര കിട്ടും? 80. 6 8 48, 128 എന്ന് വരും. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ നിങ്ങളെ? മുന്നോട്ട്. ഒരു പോളിംഗ് ബൂത്തിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അംശബന്ധം 7:3 എന്നതാണ്. സ്ത്രീകളെക്കാൾ 320 പുരുഷന്മാർ കൂടുതൽ എത്തിയെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തിയ ആകെ വോട്ടർമാരുടെ എണ്ണം എത്ര?
അപ്പോൾ ഒരു പോളിംഗ് ബൂത്തിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 7:3 ആണ്. ഒരു പോളിംഗ് ബൂത്തിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള റേഷ്യോ 7:3 ആണ്. അപ്പോൾ പുരുഷന്മാരുടെ എണ്ണം 7x ആയിരുന്നു എന്നും സ്ത്രീകളുടെ എണ്ണം 3x ആയിരുന്നു എന്നും എടുക്കാം. ശരി, അപ്പോൾ ഇവർ തമ്മിൽ വ്യത്യാസം എത്രയാ മക്കളെ? ഇവർ തമ്മിൽ 4xന്റെ വ്യത്യാസമുണ്ട്. ആണോ? ഇനി ഇവർ തമ്മിൽ 320 വ്യത്യാസം എന്ന് ചോദ്യത്തിലുണ്ട്. സ്ത്രീകളെക്കാൾ 320 പുരുഷന്മാർ കൂടുതൽ എത്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4x എന്ന് പറയുന്നതാണ് 320. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. 320/4 80 എന്ന് കിട്ടും. എക്സ് 80 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആകെ വോട്ടർമാരുടെ എണ്ണമാണ്. ആകെ വോട്ടർമാർ 7xും 3xും കൂട്ടുന്ന 10x ആണ്. ആണോ? സോ 10 × x 80 ആണ്. 10 × 80 നമുക്ക് ആൻസർ 800 എന്നാ കിട്ടുന്നത്. 800. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 800. ഒന്നുകൂടെ പറയട്ടെ. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും റേഷ്യോ എത്രയാ? 7:3 ആണോ? അപ്പൊ 7x ആണ് പുരുഷന്മാരുടെ എണ്ണം, 3x ആണ് സ്ത്രീകളുടെ എണ്ണം. പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ 7x 3x തമ്മിൽ 4x വ്യത്യാസമുണ്ട്. ഇനി സ്ത്രീകളെക്കാൾ 320 പുരുഷന്മാർ അവിടെ കൂടുതൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4x എന്ന് പറയുന്നതാണ് 320 അല്ലേ? 4x ആണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് 320. അപ്പൊ x 80 എന്ന് കിട്ടി. x 80 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആകെ വോട്ടർമാർ. ആകെ വോട്ടർമാർ 7x 3x കൂട്ടുന്ന 10x അല്ലേ? 10x ആണ് ഉത്തരം. 10x 800 എന്ന് കിട്ടും. ചെയ്തത് പക്കയാണോ? എങ്കിൽ മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. ഒരു തുക ABC എന്നിവർക്കിടയിൽ 5:8:14 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. ബിയുടെയും സിയുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം 7,800 രൂപയായാൽ എയുടെ വിഹിതം എത്രയായിരുന്നു? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആരൊക്കെയാ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? 5:8:14 എന്ന അംശബന്ധത്തിലാണ് ഇവർക്ക് തുകകൾ വീതിച്ചു കൊടുത്തത്. അപ്പോൾ എയുടെ വിഹിതം 5x ആണെന്നും ബിയുടെ വിഹിതം 8x ആണെന്നും സിയുടെ വിഹിതം 14x ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം എ ബി സി ഇവർക്ക് 5:8:14 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ എയുടെ വിഹിതം 5x, ബിയുടെ വിഹിതം 8x, സിയുടെ വിഹിതം 14x. ഇനി പറഞ്ഞിട്ടുണ്ട് ബിയുടെയും സിയുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം 7,800 ആണ്. മക്കളെ, ബിയുടെയും സിയുടെയും തുകകൾ തമ്മിൽ നിങ്ങൾ നോക്കിയേ, 6xന്റെ വ്യത്യാസമല്ലേ ഉള്ളത്? 8xും 14xും തമ്മിൽ 6xന്റെ വ്യത്യാസം. ഈ 6x എന്ന് പറയുന്നതല്ലേ 7,800? ബിയുടെയും സിയുടെയും തുകകൾ തമ്മിൽ 7,800ന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ 6x ആണ് 7,800. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. 7,800 ÷ 6 എന്ന് കിട്ടും. ആണോ? 7,800 ÷ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 7ൽ 1 തവണ, 18ൽ 3 തവണ, 1,300 എന്നാണ് എക്സിൻ്റെ വില കിട്ടുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എയുടെ വിഹിതം കാണണം. എയുടെ വിഹിതം 5x അല്ലേ മക്കളെ? 5x ആണ് എയുടെ വിഹിതം. ഇതിൽ എക്സ് 1,300. അപ്പോൾ 5x എന്ന് പറഞ്ഞാൽ 5 × 1,300 1300 വരും അല്ലേ? സോ 6,500 എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നേ. സോ ഓപ്ഷൻ 6,500 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ക്ലിയർ ആണോ? 6,500. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തിരഞ്ഞെടുപ്പിൽ എ ബി സി എന്നീ 3 ആളുകൾക്ക് ലഭിച്ച വോട്ടുകൾ യഥാക്രമം 13:5:6 എന്ന അംശബന്ധത്തിലാണ്. ഇതിൽ എ 2,170 വോട്ടുകൾക്ക് വിജയിച്ചു എങ്കിൽ ബിക്ക് ലഭിച്ചത് എത്ര വോട്ടുകൾ? ശരി മക്കളെ, ശ്രദ്ധിച്ചോ. എ ബി സി ഇവർക്ക് കിട്ടിയ വോട്ടുകൾ 13:5:6 എന്ന അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എക്ക് കിട്ടിയ വോട്ട് 13x ആയിരുന്നു എന്നും ബിക്ക് കിട്ടിയ വോട്ട് 5x ആയിരുന്നു എന്നും സിക്ക് കിട്ടിയ വോട്ട് 6x ആയിരുന്നു എന്നും എടുക്കാം. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. എ 2170 വോട്ടുകൾക്ക് വിജയിച്ചു. മക്കളെ, എ 2170 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും എലക്ഷനിൽ പറയുന്നത് ഭൂരിപക്ഷമാണ്. ഞാൻ 500 വോട്ടിന് വിജയിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് 500 വോട്ട് കിട്ടിയെന്നല്ല, പകരം മറ്റുള്ളവരെക്കാൾ എന്നുമല്ല, 2ാം സ്ഥാനത്ത് നിൽക്കുന്നവരെക്കാൾ 500 വോട്ട് എനിക്ക് കൂടുതൽ കിട്ടിയെന്ന അർത്ഥം. ഞാൻ 500 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളേക്കാൾ 500 വോട്ട് എനിക്ക് കൂടുതൽ കിട്ടിയെന്ന്. ഇപ്പം ഇവിടെ എ 2170 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ 2ാമത് നിൽക്കുന്ന ആരാ? സി അല്ലേ? സിയേക്കാൾ 2170 വോട്ട് എക്ക് കൂടുതൽ കിട്ടിയെന്നർത്ഥം അല്ലേ? എക്ക് കിട്ടിയ വോട്ട് 13x, സിക്ക് കിട്ടിയത് 6x. 2ാം സ്ഥാനത്ത് സിയാ. അപ്പോൾ എ 2170 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ സിയേക്കാൾ 2170 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് അർത്ഥം. ഓക്കെ മക്കളെ, ഇവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ വ്യത്യാസം എത്രയാ? എക്കും സിക്കും കിട്ടിയ വോട്ടുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 13x-ഉം 6x-ഉം 7x-ൻ്റെ വ്യത്യാസമാണ്. ഈ 7x എന്ന് പറയുന്നതാണ് 2170 വോട്ട്. എക്ക് സിയേക്കാൾ 2170 വോട്ട് കൂടുതൽ കിട്ടിയെന്ന അർത്ഥം. എക്ക് കിട്ടിയത് 13x, സിക്ക് കിട്ടിയത് 6x. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് മക്കളെ 7x. ഈ 7x ആണ് 2170. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. 2170 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 310 കിട്ടും എക്സ്. നമുക്ക് വേണ്ടത് ബിക്ക് ലഭിച്ച വോട്ടുകൾ എത്ര ആണോ? അപ്പോൾ 5x എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 5 ഇൻറ്റു എക്സിൻ്റെ വില എത്രയാ? 310 അല്ലേ? സോ ആൻസർ 1550 എന്നാണ് കിട്ടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ എപ്പോഴും ഓർക്കുക, എ 2170 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ എക്ക് 2170 വോട്ട് കിട്ടിയെന്നല്ല, പകരം മറ്റുള്ളവരെക്കാൾ 2170 എന്നുമല്ല, മറ്റുള്ളവരെക്കാൾ എന്നല്ല, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളേക്കാൾ 2170 വോട്ട് കൂടുതൽ കിട്ടിയെന്ന്. ഇവിടെ 2ാം സ്ഥാനത്ത് സിയാ. അപ്പോൾ സിയേക്കാൾ 2170 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് അർത്ഥം. സിയേക്കാൾ 7x വോട്ടാണ് കൂടുതൽ. അപ്പോൾ 7x ആണ് 2170. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. 310. 5x ആണ് ബിക്ക് കിട്ടിയത്. 5 ഇൻറ്റു 3 10 1550 എന്ന് കിട്ടും. ശരി, ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ വണ്ടി മുന്നോട്ട്. ഈ ടൈപ്പിൽ ഒരു ചോദ്യവും കൂടെ ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഒരാളുടെ വരവും ചിലവും തമ്മിലുള്ള അംശബന്ധം 7:3 ആണ്. അയാളുടെ സമ്പാദ്യം 4800 രൂപയായാൽ ചിലവ് എത്ര? യെസ് മക്കളെ, വരവും ചിലവും തമ്മിലുള്ള അംശബന്ധം. വരവെന്ന് പറഞ്ഞാൽ ഇൻകം, ചിലവെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് 7:3. വരവ് ചിലവ്, വരവ് ഇൻകം, ചിലവ് എക്സ്പെൻസ്. അപ്പം വരവ് നമുക്ക് 7x ആയിരുന്നു എന്നും ചിലവ് നമുക്ക് 3x ആയിരുന്നു എന്നും എടുക്കാം. ശരി, ഇനി അയാളുടെ സമ്പാദ്യമാണ് 4800. എന്താ മക്കളെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ? വരവിൽ നിന്ന് ചിലവ് കുറയ്ക്കുന്നതാണ് സമ്പാദ്യം. സമ്പാദ്യത്തിന് ഇംഗ്ലീഷ് സേവിങ്സ് ആണ്. വരവിൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുന്നതാണല്ലോ സേവിങ്സ്. വരവ് 7x, ചിലവ് 3x. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എത്രയാ? ഇതിൻ്റെ വ്യത്യാസം 4x. ഇതാണ് സേവിങ്സ്. അപ്പോൾ സേവിങ്സ് ആണ് സമ്പാദ്യം, അതാണ് 4x. ഈ 4x എന്ന് പറയുന്നതാണ് 4800. അപ്പോൾ എക്സ് ഈക്വൽ ടു 4800/4 1200 എന്ന് കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് അയാളുടെ ചിലവ് എത്രയായിരുന്നു എന്നാണ്. ചിലവ് 3x എന്നാണ് എടുത്തേക്കുന്നത്. 3 ഇൻറ്റു 1200 എന്ന് വരും. 3600 ആയിരുന്നു അയാളുടെ ചിലവ് എന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ഏതാ? എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത് അല്ലേ? അപ്പം വരവ് ഇൻകം, ചിലവ് എക്സ്പെൻസ്, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സേവിങ്സ്. വരവിൽ നിന്ന് ചിലവ് കുറയ്ക്കുന്നതാണ് സേവിങ്സ്
അല്ലേ? അപ്പോൾ 7x നിന്ന് 3x കുറയ്ക്കുന്ന 4x ആണ് സേവിങ്സ്. അതാണ് ഇവർ 4800 തന്നേക്കുന്നത്. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം 1200. എക്സ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ചിലവ് 3x കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. 5ാമത്തെ പാർട്ട് വീഡിയോയിൽ കാണാം. ചോദ്യങ്ങളുടെ റേഞ്ച് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അടുത്ത ടൈപ്പിൽ നമ്മൾ കുറച്ചുകൂടെ റേഞ്ച് കൂടിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ഓർഡറില്ല, റേഞ്ച് കൂട്ടി കൊണ്ടുവന്ന് ലാസ്റ്റാണ് അതിലെ റേഞ്ച് കൂടിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നിങ്ങളെ പാകപ്പെടുത്തി ട്രാക്കിലാക്കി കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ ടാറ്റാ. യെസ്.